ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ വിചാരിക്കുന്നു കോളേജിൽ ഇന്ന് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഷീസ് മൈ ഫ്രണ്ട്, ഹർ നെയിം ഈസ് ദീപാനിത. ഹായ് ദീപ. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് രാവിലെ കോളേജിലെത്തുന്നത്. അപ്പോൾ കോളേജിലേക്ക് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ഫുള്ള് ഇങ്ങനെ പ്രാക്ടീസൊക്കെ നടക്കുന്ന കാണാം. അപ്പോൾ ഈ പ്രാക്ടീസൊക്കെ കണ്ട് ഞാൻ കുറേ ടൈം അവിടെ നിന്ന് കേട്ടോ. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് മീഡിയ ടീമിലായിരുന്നു. അതായത് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിരുന്നു ഡ്യൂട്ടി. നമ്മുടെ സ്ട്രീറ്റ് പ്ലേ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ ഒരു ഗ്രൗണ്ടിലായിരുന്നു. ഈ ഗ്രൗണ്ടിൽ മീഡിയയുടെ എല്ലാ വർക്കും ചെയ്യാന്നുള്ളായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീമൊക്കെ വന്നു. അവരുടെ സ്ട്രീറ്റ് പ്ലേയുടെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ടീമും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷനും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മളപ്പോൾ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി പോകുമായിരുന്നു. ഈ ഒരു പാനലിൽ ഏകദേശം 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 3:30 ആയപ്പോഴത്തേക്കും പേപ്പർ പ്രസൻറ്റേഷനും കഴിഞ്ഞു. അതിനുശേഷം ഇതാ നമ്മുടെ വാലിഡിറ്ററി പ്രോഗ്രാമും കൾച്ചറൽ ഇവൻ്റും ആയിരുന്നു. അപ്പോൾ എൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ഡാൻസുകാരി സുപ്തയാണ് കേട്ടോ. അപ്പോൾ ആൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതാ എല്ലാവരും ഇവിടെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ഇടുന്ന തിരക്കിലാണ് പ്രോഗ്രാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ ഞങ്ങളിതാ ലാസ്റ്റ് ഗ്രീൻ റൂമിലേക്ക് പോയി. പിന്നെ ഗ്രീൻ റൂമിലെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. കുറച്ച് പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും, കുറച്ച് പേര് കൂളായിരിക്കും, കുറച്ച് പേര് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് ഒരു ചില്ലായിട്ടുള്ള മൈൻഡിലായിരുന്നു. പക്ഷെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആളെ കാണിക്കാം കേട്ടോ. ആൾ നമ്മുടെ ക്ലാസ്സിലെ മെയിൻ പാട്ടുകാരിയാണ്. അടിപൊളി പാട്ടാണ്, പക്ഷെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് അവൾ പെർഫോം ചെയ്തു. പിന്നെ ഇതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ബഹളങ്ങളും ഒച്ചപ്പാടുകൾക്കൊക്കെ ശേഷം നിങ്ങൾ സ്റ്റേജിൽ കയറി ഗൈസ്. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടോ നീ, എന്നാളും എൻ കളി തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽപ്പൂ കാറ്റിനും ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സാണ്. ജൂനിയേഴ്സിൻ്റെ അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ലായിരുന്നു, അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ ശേഷം ഏകദേശം സമയം ഒരു 6 മണി 6:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ. இதுதான் காதல் என்பதா, இளமை தூங்கிவிட்டதா, இதயம் சிந்திவிட்டதா, சொல் மனமே, நேற்று இல்லாத மாற்றம் என்னது, காற்றின் காதேதோ சொன்னது. വളരെ കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോരുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്രൈസ്റ്റിലെ പുൽക്കൂട്. നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുൽക്കൂടാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഹായ് റിച്ച, എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? സൂപ്പറായിരുന്നു. നിവേദിത, ഹായ്, ഹൗ വാസ് ഇറ്റ്? വാക്കുകളില്ല. നല്ല പരിപാടി. Awesome, very awesome. Yeah. We enjoyed. Yeah, especially our group. ശരിക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുപോലെ സമയം ഏകദേശം ഒരു രാത്രിയായി.
അപ്പോൾ നമ്മുടെ ക്രൈസ്റ്റിലെ ഫുള്ള് ലൈറ്റൊക്കെയാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.